ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി. സങ്കീർത്തനം 126 5 6 വാക്കുകളിൽ പറയുന്നുണ്ട്, കണ്ണുനീരോടെ വിത്ത് വിതയ്ക്കുന്നവൻ ജയഘോഷത്തോടെ കറ്റ ചുമന്നുകൊണ്ടുവരും. കണ്ണുനീരോടെ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചിട്ട് പരിഹാരം കിട്ടാത്ത എത്രയോ വിഷയങ്ങൾക്ക് കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്ന എത്രയോ സംഭവങ്ങളും രോഗശാന്തി ഉണ്ടെന്നറിയാമോ? ക്യാൻസർ സുഖപ്പെട്ടത്, കിഡ്നി ഡയാലിസിസ് ചെയ്യാൻ ഇനി പറ്റത്തില്ല, ഹാർട്ട് ബൾജ എന്ന് പറഞ്ഞ രോഗി വീണ്ടും അത്ഭുതകരമായി വ്യത്യാസത്തോടെ ജീവിച്ചിരുന്നതെല്ലാം ഓർക്കുകയാണ്. അപ്പോൾ കിട്ടൂല എന്ന് പറഞ്ഞ കുഞ്ഞിനെ ദൈവം അത്ഭുതകരമായി തിരിച്ചു തന്നതും രോഗശാന്തി കിട്ടിയതും. അപ്പോൾ വെളിപാട് 7:17 പറയുന്നുണ്ട്, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. വെളിപാട് 7:17 മറന്നുപോകരുത്. ഈ